നമ്മൾ ഇന്ന് രാമായണത്തിലൊരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ രാമായണമല്ലേ രാവിലെ തൊട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? രാമായണത്തെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? എല്ലാവർക്കും മലയാളം മനസ്സിലാവില്ലേ? മനസ്സിലാവും. ആ, മനസ്സിലാവില്ലേ? അപ്പോൾ എങ്ങനെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എത്ര നേരം? ലിറ്റിൽ ബിറ്റ്. ഓക്കെ. ആ, അപ്പം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആരാ? ശ്രീരാമൻ അല്ലേ? വേറെ ചിലരെന്താ പറഞ്ഞേ? സീത എന്ന് പറഞ്ഞോ? ആരെങ്കിലും സീത എന്ന് പറഞ്ഞോ? രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് സീതാദേവിയും. രാമനുമാണ്, സീതയുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ശക്തി പറഞ്ഞ പോലെ ഹനുമാൻ. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഇതിലെന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇവരെനിക്ക് ജ്യൂസൊന്നും തന്നില്ല. ജ്യൂസൊക്കെ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പം ഇനി ബാക്കി ജ്യൂസൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അത്രയും പറയാനുള്ള എനർജി ഇല്ല. അതുകൊണ്ട് നിങ്ങളാണ് ക്ലാസ് മുഴുവൻ പറയാൻ പോണേ. ഞാൻ നിങ്ങളെ കൊണ്ടാണ് പറയിപ്പിക്കാൻ പോണേ. ഓക്കെ അല്ലേ? ഓക്കെ. ഈ ഹനുമാൻ എന്താണ്? ഹനുമാൻ്റെ പ്രത്യേകത എന്താ? ഹനുമാൻ ഒരു കുരങ്ങനാണ്. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇദ്ദേഹമാണ് പറഞ്ഞത്. കുരങ്ങന്മാരുടെ പ്രത്യേകത എന്താ? അവിടെ നിൽക്കട്ടെ, ഹനുമാൻ അവിടെ നിൽക്കട്ടെ. കുരങ്ങന്മാരുടെ പ്രത്യേകത എന്താ? കുരങ്ങനെ കണ്ടിട്ടുണ്ടോ? മരം കയറും. കുരങ്ങൻ മരം കയറും. പിന്നെ വേറെന്താ പ്രത്യേകത? പഴങ്ങൾ കഴിക്കും. എല്ലാം എടുത്തോണ്ട് പോവും. കുരങ്ങനും നിങ്ങളും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. ഒരു ബുദ്ധിയുണ്ട്. പിന്നെ വേറെന്തെങ്കിലും? നല്ല ഓർമ്മയുണ്ട്. മാന്തും പിച്ചും അടിക്കും. ശരി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ പറയട്ടെ. കുരങ്ങൻ അടങ്ങിയിരിക്കുന്ന എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അടങ്ങിയിരിക്കുകയില്ല. കുരങ്ങൻ അടങ്ങിയിരിക്കില്ല. കുരങ്ങൻ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അല്ലേ? കുരങ്ങൻ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി കുരങ്ങന് ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ടോ? ഇപ്പം കാണുന്നു പറയരുത്. വട്ടുള്ളവരെ കണ്ടിട്ടില്ലേ? വട്ടുള്ളൊരു കുരങ്ങൻ എങ്ങനെയായിരിക്കും? കുരങ്ങനേ അടങ്ങിയിരിക്കില്ല. അപ്പോൾ അതിന് വട്ടും കൂടെ പിടിച്ചാൽ എങ്ങനെയായിരിക്കും? ആകെ ബഹളാവും അല്ലേ? ആ വട്ട് പിടിച്ച കുരങ്ങനെ ഒരു തേളും കൂടെ കുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? തേളെന്ന് പറഞ്ഞാൽ അറിയോ? അല്ലെങ്കിൽ ഞണ്ടോ സ്കോർപ്പിയൻ. അപ്പോൾ അതും കൂടെ കുത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആകെ ബഹളമായിരിക്കും അല്ലേ? നമ്മളുടെ മനസ്സ് ഏതാണ്ട് അതുപോലെയാണെന്നാണ് ഋഷിമാർ പറയുന്നത്. നമ്മുടെ മനസ്സ് ഭ്രാന്ത് പിടിച്ച ഒരു കുരങ്ങനെ തേള് കൊത്തിയ അവസ്ഥയാണ്. കുരങ്ങനെ എന്താ ചെയ്യാന്ന് ഡൗട്ടുള്ളവർക്ക് ഇപ്പം ചിലയിടത്തേക്കൊക്കെ നോക്കിയാൽ ചിലർ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആരാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ കുരങ്ങൻ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അല്ലേ? നമ്മുടെ മനസ്സും അങ്ങനെയല്ലേ? നമ്മളിപ്പോൾ കയറുമ്പോൾ വിചാരിച്ചു ശരി, ഇദ്ദേഹം പറയുന്നത് എന്താണെന്നൊക്കെ ഒന്ന് കേട്ട് നോക്കാം, ഈ ചേട്ടൻ എന്താ പറയുന്നതെന്ന് കേട്ട് നോക്കാമെന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾ ഇരുന്ന് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സാകുന്ന കുരങ്ങൻ ആ ചില്ലയിലേക്ക് ചാടി. അവിടെ ഇരിക്കുമോ? ഉടനെ അടുത്ത ചില്ലയിലേക്ക് ചാടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ചില്ലയിലേക്ക് ചാടി. കുരങ്ങൻ ഒരു മരത്തിൽ നിന്ന് അപ്പുറത്തെ മരത്തിലേക്ക് ചാടുള്ളൂ. നമ്മുടെ മനസ്സ് ഇപ്പം ഇവിടെയാണെങ്കിൽ അടുത്ത നിമിഷം പാലം കടന്ന് ആശ്രമത്തിലെത്തും. അത് കഴിയുമ്പോൾ നേരെ IPL കളിക്കുന്നിടത്ത് എത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് പല 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 സ്ഥലത്തെത്തും. അമേരിക്കയിലെത്തും, തൃശ്ശൂരിലെത്തും, എവിടെ വേണമെങ്കിലും ചാടി മൈസൂർ പാർക്കിലെത്തും. മൈസൂർ പാക്ക് കഴിക്കും. ഇതെല്ലാം ചെയ്യുന്ന ഒരു വികൃതി കുരങ്ങനാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിനെ എന്താക്കി മാറ്റണം? ശാന്തമാക്കി മാറ്റണം. നമ്മളാക്കാൻ പോകുന്നത് ഹനുമാനാക്കി മാറ്റണം. ഓടിച്ചാടി നടക്കുന്ന വികൃതി കുരങ്ങനായ, ശ്രദ്ധയില്ലാത്ത, ക്ലാസ് എടുക്കുമ്പോൾ ബുക്ക് ഇങ്ങനെ തിരിച്ചു നിറച്ചൊക്കെ നോക്കുന്ന കുരങ്ങനെ പോലത്തെ ഒരു കുരങ്ങനായ ആ വികൃതി കുരങ്ങനെ ഹനുമാനാക്കി മാറ്റണം. ഹനുമാനാക്കി മാറ്റിയാൽ എന്ത് പറ്റും? ഹനുമാൻ്റെ പ്രത്യേകത എന്താ? ഒരാൾ പറയണം. കൈ പൊക്കിയിട്ട് അല്ലല്ല, ഫസ്റ്റ് കൈ പൊക്കുക. ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറയാം. ഹനുമാന്റെ പ്രത്യേകത എന്താ? ഹനുമാൻ അല്ല, ഹനുമാന്റെ നമ്മളെന്തുകൊണ്ടാണ് ഹനുമാനെ ഓർക്കാൻ കാരണം?
ഒരിക്കലും മരിക്കാത്ത. അപ്പൊ നമ്മളുടെ മനസ്സ് ഒരു സമയത്തും അടങ്ങിയിരിക്കാത്ത മനസ്സിനെ ചിരഞ്ജീവിയാക്കി മാറ്റണം. നിങ്ങൾ മോന്റെ പേരെന്താ? മോന്റെ പേരെന്താ? ആ ആദ്യത്തിനുണ്ടോ? അപ്പം എനിക്ക് എല്ലാവരും നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ബഹളം വെച്ച് നടക്കുന്ന നമ്മുടെ മനസ്സിനെ ഹനുമാനാക്കിയാൽ ചിരഞ്ജീവിയാണ്. പിന്നെ ഹനുമാന്റെ പ്രത്യേകത എന്താ? ഹനുമാൻ വളരെ ശക്തനാണ് അല്ലേ? അദ്ദേഹം രാമനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷെ ഹനുമാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഏറ്റവും പ്രത്യേക ഗുണം ഏതാ? ശക്തനാണല്ലേ? ശക്തനാണ്, എന്തു ചെയ്യാൻ ശക്തിയുള്ള ആളാണ് ഹനുമാൻ. അപ്പൊ നമ്മുടെ മനസ്സിലും അത്രയും ശക്തിയുണ്ട്. പക്ഷെ അത് വെറും കുരങ്ങനടി ഇങ്ങനെ ചാടി ചാടി നടന്ന ആ ശക്തി ഉണ്ടാവില്ല. ആ ശക്തി നേടണമെങ്കിൽ ഹനുമാനെ പോലെ കുറെ ഗുണങ്ങള് നമുക്ക് ആവശ്യമാണ്. ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറയാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ആ ഫസ്റ്റത്തെ ലൈൻ. അടുത്ത സ്ലൈഡ് എടുക്കും. അപ്പൊ മങ്കി മൈൻഡാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഹനുമാൻ മൈൻഡിലേക്ക്, ശക്തമായ ഒരു മൈൻഡിലേക്ക്, മനസ്സിലേക്ക് നമ്മൾ മാറണം. അപ്പൊ അതിന് ആദ്യം ഹനുമാന്റെ ചെറുപ്പത്തിൽ ഒരു കഥയുണ്ട്. ഹനുമാൻ കുഞ്ഞായിരിക്കുമ്പോ സൂര്യന്റെ നേരെ ചാടി. എന്തിനാ ചാടിയെന്ന് ആർക്കെങ്കിലും പറയാം? ഈ സൈഡിൽ നിന്ന് ആരെങ്കിലും? വിശന്നപ്പോ അടുത്ത ചോദ്യം. നല്ല ചേച്ചിയാണ്. ചേച്ചിയുടെ പേരെന്താ? വിഷ്ണുപ്രിയയുടെ അനിയനാണിത്. മിടുക്കി. വിഷ്ണുപ്രിയക്ക് ഒരു മിഠായി കൊടുത്തപ്പോ വിഷ്ണുപ്രിയ എന്ത് ചെയ്തു അറിയോ? അനിയന് കൊടുത്തു. വിഷ്ണുപ്രിയക്ക് ഒരു കൈയ്യടി കൊടുത്തേ. ഗുഡ് ഗേൾ. അപ്പൊ കുഞ്ഞായിരുന്നപ്പോ, ഹനുമാൻ സ്വാമി കുഞ്ഞായിരുന്നപ്പോ വിശന്നപ്പോ എങ്ങോട്ട് ചാടി? സൂര്യനെ നോക്കി ചാടി. ഇതിൽ നിന്ന് നമ്മളെന്താ പഠിക്കണ്ടേ? രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് തന്നില്ലെങ്കിൽ സൂര്യനെ നോക്കി ചാടണോ? എന്നാ പിന്നെ ഒരു പ്രാവശ്യം ചാടുള്ളൂ അല്ലേ? ചത്തുപോകും. നമുക്ക് വന്ന അപ്പം ഏറ്റവും വലിയ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. പേടിക്കരുത്. വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവാൻ പേടിക്കരുത്. ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുക. നിങ്ങൾക്കറിയോ APJ അബ്ദുൽ കലാം ആരായിരുന്നു? നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയും സ്വപ്നം കാണുക. അപ്പൊ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. എന്താ സ്വപ്നം കാണേണ്ടത്? വലിയ സ്വപ്നങ്ങൾ കാണണം. നിങ്ങൾ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരാകുന്നതായിട്ട് സ്വപ്നം കാണണം. വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് സ്വപ്നം കാണണം. അങ്ങനെ ഒരുപാട് നല്ല സ്വപ്നങ്ങളും നല്ല ലക്ഷ്യങ്ങളും നമുക്ക് വേണം. ആ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവാൻ നമ്മൾ പേടിക്കാൻ പാടില്ല. ശക്തമായിട്ടുള്ള വലിയ ലക്ഷ്യങ്ങൾ കാണണം. അതാണ് ഹനുമാൻ സ്വാമി പഠിക്കേണ്ടത്. അല്ലാതെ രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് സൂര്യന്റെ നേരെ ചാടരുത്. ചാടിക്കഴിഞ്ഞാൽ അമ്മ അടി വരുമ്പോ ചേട്ടൻ വരില്ല രക്ഷിക്കാൻ. അപ്പൊ ഇതാണ് വലിയ ലക്ഷ്യങ്ങൾ നോക്കുക. ഹനുമാൻജിക്ക് നല്ല പണിയിപ്പോ. അമ്മ തല്ലുമ്പോ ഹനുമാൻജി വന്ന് രക്ഷിക്കില്ല. വേറെ വല്ലവരും തല്ലുമ്പോ ചിലപ്പോ ഹനുമാൻ സ്വാമി വന്ന് രക്ഷിക്കും. അല്ല, നമ്മളെ രക്ഷിക്കും. പക്ഷെ അമ്മ തല്ലുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ. അമ്മ നമ്മളെ ഉപദ്രവിക്കാൻ തല്ലുന്നതല്ലല്ലോ. അടുത്ത സ്ലൈഡ്. ഹനുമാൻ സ്വാമി ആരുടെ അടുത്തുനിന്ന് പഠിച്ചെന്നറിയോ? നിങ്ങളെല്ലാം അറിയാട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. നിങ്ങൾക്കെല്ലാം അറിയാലോ. ഇത് നല്ല കുട്ടികളാണല്ലോ. ശരി, ഹനുമാൻ സ്വാമി എല്ലാ വിദ്യകളും പഠിച്ചത് സൂര്യനിൽ നിന്നാണ്. പക്ഷെ സൂര്യൻ ഒരിടത്ത് ഒരു സമയത്ത് നിൽക്കുവോ? കാരണം ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? പുറകോട്ട് നടന്ന് സൂര്യന്റെ മുഖത്തേക്ക് നോക്കി സൂര്യനിൽ നിന്ന് എല്ലാ വിദ്യയും പഠിച്ചെടുത്തു. അപ്പൊ നമ്മൾ എപ്പോഴും
ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനെ കൊണ്ട് പുതിയ 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 കാര്യങ്ങൾ പഠിക്കാൻ ട്രെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ മനസ്സെന്ത് ചെയ്യും? മനസ്സ് പറയുന്ന പോലെ ഇവിടുന്ന് ചാടും, അവിടെ ചാടി, ഇവിടെ ചാടി, അപ്പുറത്ത് ചാടി, മൈസൂർ ചാടി, മൈസൂർ പാർക്കിൽ നിന്ന് തിരിച്ചു വരും. അപ്പൊ മൈസൂർ പാലസ് കണ്ട് തിരിച്ചു വരും, എറണാകുളത്ത് പോകും. അപ്പൊ ആ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹനുമാനെ പോലെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൗതുകത്തോടു കൂടി പുതിയ 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 കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനാണ് മനസ്സിന് താല്പര്യം. അപ്പൊ നല്ല നല്ല പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ അതിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ യൂട്യൂബോ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അത് യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്കും ഗുണമാണ്, മനസ്സിനും ഗുണമാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ടുള്ളതൊക്കെ കണ്ട് വീണ്ടും മനസ്സിനെ കുരങ്ങ് മനസ്സാക്കിക്കൊണ്ടേയിരിക്കും. അടുത്ത ഇനി ഹനുമാൻ സ്വാമിയുടെ കഥ നിങ്ങൾക്ക് അറിയാം. ഹനുമാൻ സ്വാമി കുഞ്ഞായിരുന്നപ്പോൾ അഞ്ജനാദേവിയുടെ പുത്രനായിരുന്നു. പിന്നെ വളർന്നു, സൂര്യനെ നേരെ ചാടി, അവിടുന്ന് വീണു. ദേവന്മാരൊക്കെ ഒരുപാട് വരങ്ങൾ കൊടുത്തു. വരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഹനുമാൻ സ്വാമി വലുതായി, സുഗ്രീവന്റെ അടുത്തെത്തി. അങ്ങനെ ഹനുമാൻ സ്വാമി ആദ്യമായിട്ട് ശ്രീരാമനെ കാണുന്ന എവിടെ വെച്ചാണെന്നറിയോ? ഇവിടെ ഇന്നത്തെ ഒന്നും പറയാതിരിക്കുന്നു. ഋഷ്യമൂകാചലത്തിൽ വെച്ചിട്ടാണ് ഹനുമാൻ സ്വാമി ആദ്യമായിട്ട് ശ്രീരാമനെ കാണുന്നത്. ഞാൻ കഥ പറയാത്തതെന്ന് വെച്ചാൽ കഥ നിങ്ങൾക്ക് പലർക്കും അറിയാം. ആ കഥ നമുക്ക് എന്ത് പ്രയോജനം ചെയ്യുന്നുള്ളതാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത്. ഹനുമാൻ സ്വാമി ആദ്യം കാണുമ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ഉണ്ട്. അവരുടെ അടുത്ത് പോയി ആദ്യമായിട്ട് സംസാരിക്കുകയാണ്. സംസാരിച്ചു കഴിയുമ്പോൾ ശ്രീരാമൻ ഹനുമാൻ സ്വാമിയെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? നോക്കൂ, എത്ര നന്നായിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. എല്ലാ വേദങ്ങളും അറിയാവുന്ന ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. വേദം ഹനുമാൻ സ്വാമി പഠിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചോ? ഇല്ല. പിന്നെ എങ്ങനെ ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി? സംസാരം അല്ലേ? നമ്മളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും നമുക്ക് എന്തൊക്കെ അറിയാം അല്ലേ? നമ്മൾ കുറെ ശാസ്ത്രം പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു, നമുക്ക് കുറെ ബുക്കുകൾ അറിയാം. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് കാണാന്ന് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അപ്പൊ നമ്മളുടെ സംസാരത്തിൽ നമ്മളുടെ പഠനത്തിന്റെയൊക്കെ ഗുണം ഉണ്ടാവണം അല്ലേ? ശക്തി പോയോ? കുരങ്ങ് മനസ്സ് ചാടി ചാടി പോയോ? എവിടെ എത്തി? IPL എത്തി. തിരിച്ചു വാ. ആ ശരി. പോലെ അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് ഹനുമാൻ സ്വാമി പഠിക്കണം. എങ്ങനെയൊക്കെയാണ്? കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണം, ആവശ്യമില്ലാത്തത് പറയരുത്. പിന്നെ ഒരാൾ പറഞ്ഞത് എന്താന്ന് കേട്ടതിന് ശേഷം വേണം നമ്മൾ മറുപടി അറിയാം. ഞാൻ ഇവിടുന്ന് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരം പറയരുത്. അത് കേട്ടിട്ട് വേണം ഉത്തരം പറയാൻ. മുത്തേ കിട്ടുക അവിടെ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, ഇപ്പൊ എപ്പോഴും സംസാരിക്കാത്ത അതുകൊണ്ടാ. കുഴപ്പമില്ല, അത്രയും അറ്റത്ത് വയ്ക്കും. എടാ നീ ഇങ്ങോട്ടോ. അഭിഷേകല്ലേ പറഞ്ഞേ? അഭിഷേകം ആദിത്യ കാർത്തിക. അപ്പൊ കുരങ്ങ മനസ്സിനെ നമുക്ക് ഹനുമാൻ മനസ്സാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ സംസാരിക്കണം. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ സംസാരം എങ്ങനെയായിരുന്നു? വാക്കുകൾ മുറിച്ച് എല്ലാ വാക്കുകളും ആവശ്യത്തിൽ പറയും. അധികം സ്പീഡിൽ പറയരുത്, അധികം പതുക്കെ പറയരുത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കും, അത് പിന്നെ ഹനുമാൻ ഇങ്ങനെ പതുക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അതിന് ഹനുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? മനസ്സിലാവോ? ഇല്ല. അപ്പൊ വാക്കുകൾ എപ്പോഴും കൃത്യമായ സ്പീഡിൽ സംസാരിക്കണം. ഉറക്ക സംസാരിക്കാമോ? ഹോ ഹൂ ഹൂ എന്ന് പറഞ്ഞ ഉറക്ക സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ കിടന്ന് മൈക്കുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാവും അല്ലെ? കേൾക്കുന്നവർ ഇത് എന്ത് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ കൃത്യമായ ടോണിൽ കൃത്യമായ ഒച്ചയിൽ സംസാരിക്കണം. ഇതെല്ലാം തികഞ്ഞ ആളായിരുന്നു ഹനുമാൻ സ്വാമി. അപ്പൊ നമ്മളെ അങ്ങനെ ട്രെയിൻ ചെയ്യണം. പിന്നെ വാക്കുകൾ തെറ്റിച്ചുച്ചരിക്കരുത്. നമ്മൾ നല്ല അക്ഷരസ്ഫുടതയോടെ സംസാരിക്കണം. എന്തോടെ സംസാരിക്കണം? അക്ഷരസ്ഫുടത അങ്ങനെ നല്ല പറയുന്നത്, അക്ഷരസ്ഫുടത. അങ്ങനെ ഓരോ വാക്കുകളും എടുത്തെടുത്ത് സംസാരിക്കണം. നിങ്ങൾ മലയാളം പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ക ഖ ഗ ഖ അങ്ങനെ ഉച്ചരിച്ച് പഠിക്കണം. അല്ലാതെ ക ക ക ക അങ്ങനെയല്ല.
അപ്പൊ ഇങ്ങനെ അക്ഷരം ഉച്ചരിച്ച് കൃത്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം. അടുത്ത സ്ലൈഡ്. ഇനി വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ശ്രീരാമനെ കണ്ടു, അവര് തമ്മിൽ സഖ്യമായി. അങ്ങനെ സീതാദേവി അന്വേഷിച്ച് ഹനുമാൻ സ്വാമി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം വലിയൊരു പ്രയാസമുണ്ട്. എന്താ അത്? സമുദ്രം കിടക്കണം അല്ലേ? കറക്റ്റ്. പേരെന്താ? ഹരികേഷ്. ഹരികേഷിന്റെ സ്ഥലം എവിടെയാ? ആശ്രമത്തിലാണോ? അയ്യോ, കണ്ടിട്ടില്ലല്ലോ. അല്ല, എവിടെ താമസിക്കുന്ന ചോദിച്ചേ. അപ്പം ഹരികേഷ് പറഞ്ഞ പോലെ സമുദ്രം കിടക്കണം. സമുദ്രം കിടക്കാനുള്ള ശക്തി ഹനുമാൻ സ്വാമിക്കുണ്ട് അല്ലേ? പണ്ട് സൂര്യന്റെ അടുത്തേക്ക് ചാടിപ്പോയതാ. അപ്പൊ ഹനുമാൻ സ്വാമി ശക്തി ഉണ്ട്. പക്ഷെ എന്ത് പറ്റി? ഹനുമാൻ സ്വാമി അതൊക്കെ മറന്നിങ്ങനെ ഇരിക്കുക. അപ്പൊ ആരാ ചാട? എനിക്ക് അപ്പൊ എന്താണ്? ശരിയായ സുഹൃത്തുക്കളുടെ അടുത്തായിരിക്കണം നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് പറ്റുന്ന കാര്യത്തിലേ മോട്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? ഓവർ കോൺഫിഡൻസ് വരരുത്. എടാ എടുക്ക്, നീ എല്ലാം ഇത് പഠിച്ചിട്ട് വന്നിരിക്കണല്ലോ, നീ കണ്ടോ ഞാൻ പറഞ്ഞ് പഠിക്കുന്നുണ്ട്? ഇല്ല. എന്നിട്ട് എന്റെ മനസ്സ് വായിക്കുന്നുണ്ടോ? മൈൻഡ് റീഡ് അറിയോ? എന്റെ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ മനസ്സിലാവുന്നത്? എന്താ മാജിക് ആണല്ലോ. ശരി, അപ്പം സൂത്രക്കാരൻ എന്ത് ചെയ്യാൻ പറ്റണം? സുഹൃത്തുക്കൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം, സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇനി നമ്മളും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ എല്ലാവരെയും കുറ്റം പറയും. എടാ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നിനക്ക് ഈ പരീക്ഷ ജയിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റുമോ? നമ്മളും അവരെ സപ്പോർട്ട് ചെയ്യണം. നിനക്ക് പഠിക്കാൻ പറ്റും, നീ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അവരുടെ കഴിവിനനുസരിച്ച് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നമ്മളും അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് നമ്മളെ, അല്ലെങ്കിൽ നല്ല ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാതെ കൂടെ ഉള്ളവര് ഇങ്ങനെ നമ്മളെപ്പോഴും പറയാം, അയ്യേ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമെങ്കിൽ പോലും നമുക്ക് പിന്നെ പറ്റാതാവും. അപ്പൊ എപ്പോഴും അങ്ങനെയുള്ള പ്രോത്സാഹിപ്പിക്കുന്നവരുടെ കൂടെ കൂടുക, അതോടുകൂടെ നമ്മളും പ്രോത്സാഹിപ്പിക്കുക. പക്ഷെ പ്രോത്സാഹിപ്പിച്ച് കുഴി ചാടിക്കരുത് കേട്ടോ ആരും. അടുത്ത് കുഴി ചാടിക്കരുത്. അപ്പം വേറൊരു കാര്യം, ഹനുമാൻ സ്വാമി എന്നിട്ട് കടലിൽ ചാടി കിടക്കുമ്പോ ആദ്യം ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആരാന്നറിയോ? ശക്തി തീർന്നുടങ്ങി. അപ്പം ആദ്യം ഒരു പർവ്വതമാണ് ഉയർന്നു വരുന്നത് കടലില്. അപ്പൊ ഹനുമാൻ സ്വാമി ഇങ്ങനെ ചാടി പോവുക. പർവ്വതം വന്നിട്ട് പറയും, കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോകും, എന്തായാലും ഇത്രയും ദൂരം പോവല്ലേ, ഞാൻ നിന്റെ അച്ഛനുമായിട്ട് പണ്ടേ കമ്പനിയാണ്, ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ. ആരാ ഹനുമാന്റെ അച്ഛനാരാ? വായുദേവൻ. അപ്പൊ വായുദേവന്റെ ഫ്രണ്ടാണ്. പക്ഷെ എല്ലാരും കൂടെ പറഞ്ഞു എനിക്ക് അത്ര മിഠായില്ല. അപ്പൊ മൈനാകപർവ്വം എന്ന് പറഞ്ഞു, ഞാനപ്പോ നീ എന്റെ മേത്ത് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകും. ശ്രീരാമന്റെ കാര്യത്തിൽ പോവാണ് നീ, അതൊക്കെ ശരി തന്നെ, കുറച്ചു നേരത്തെ റെസ്റ്റ് എടുത്തിട്ട് പോയാലും എന്താന്ന് ചോദിച്ചു. ഹനുമാൻ സ്വാമി പറഞ്ഞു, അയ്യോ പറ്റില്ല, എനിക്ക് ഉടനെ സീതാദേവിയെ കാണണം, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ വയ്യാന്ന് പറഞ്ഞ് പർവ്വതത്തിന് നമസ്കരിച്ച് മുന്നോട്ട് പോകും. പിന്നെ ആരാ വരുന്നേ? കൈപൊക്കിയാ മതി, ഉത്തരം പറയണ്ട. കൈപൊക്കിയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മിഠായി തരില്ല. നാഗമാതാവാണ് സുരസ അല്ലെ? സർപ്പങ്ങളുടെ ഒക്കെ അമ്മയാണ് സുരസ. സുരസ ഇങ്ങനെ വന്നിട്ട് എന്ന് പറഞ്ഞു, എനിക്ക് ബ്രഹ്മ ഒരു വരം തന്നിട്ടുണ്ട്, ഇതുവഴി പോണവരൊക്കെ എന്റെ വായിലാവും എന്ന് പറഞ്ഞു. എന്നിട്ട് അവരിങ്ങനെ വലിയ വായ തുറന്നു. ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? വലുതായി സുരസ. അപ്പൊ പിന്നെയും വലുതായി. സുരസയുടെ വായ ഇങ്ങനെ വലിയതായി. അപ്പൊ ഹനുമാൻ പിന്നെയും വലുതായി. അപ്പൊ സുരസയും വലുതായി. ഹനുമാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ചെറുതായി. സുരസയുടെ വായ കയറി ഉടനെ ഇറങ്ങി പുറത്തുപോയി. കാരണം എന്താ?
സുരസ ഉപദ്രവിക്കുന്നില്ല. എന്താ കാരണം? സുരസ നാഗമാതാവാണ്, സുരസയെ നമസ്കരിച്ചു. അപ്പൊ സുരസയ്ക്ക് സന്തോഷമായി, മിടുക്കനാണല്ലോ, ആള് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് സുരസയും അവനെ ഹനുമാൻ സ്വാമിയെ വിട്ടു. മിടുക്കൻ പറഞ്ഞ തെറ്റാ. സുരസയെ കൊല്ലില്ല. അയ്യോ, ഞങ്ങളുടെ കയ്യിലുള്ള രാമായണത്തിലൊന്നും വന്നിട്ടില്ല, ഇല്ല. അത് കഴിയുമ്പോ പിന്നെ ആരെയാണ് കാണുന്നത്? സിംഹിക. സിംഹിക സിംഹിക എന്ത് ചെയ്യും? ശരി ശരി ശരി, ഇരിക്കും. ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം അറിയാവുന്നവർ കൈ പൊക്കണം. മിണ്ടരുത്. മിണ്ടി കഴിഞ്ഞാൽ ആർക്കും മിണ്ടായി. അല്ല, എന്തിനു കൈ പൊക്കിയപ്പോഴേ? ഞാൻ ചോദിച്ചില്ലല്ലോ. കൈ പൊക്കിയ കൈ താഴ്ത്ത്, എല്ലാവരും കൈ താഴ്ത്ത്. ചോദിക്കാണ്. സിംഹികയ്ക്ക് വേറൊരു പേരുണ്ട്. എന്താ പറയുക? സിംഹികയ്ക്ക് വേറൊരു പേരുണ്ട്. ഉത്തരം പറയണ്ട, കൈ പൊക്കിയാണ്. സിംഹികയ്ക്ക് വേറൊരു പേരുണ്ട്. ശിവ പറ. വേറെന്തെങ്കിലും? ഛായാഗ്രാഹി എന്നൊരു പേരുണ്ട്. എന്ന് വെച്ചാൽ നിഴലിനെ പിടിച്ച് വലിക്കും. ഈ നിഴലെന്താ? ഷാഡോ, ഛായ. നമ്മൾക്കും ഛായയുണ്ട്, ഷാഡോ ഉണ്ട്. എന്താ പറയുക? നമ്മളിപ്പം നമുക്കുള്ള വിഷമങ്ങള്, നമുക്ക് കുറെ കുഴപ്പങ്ങൾ ഉണ്ടാവും. ഛായ, ശരി, ഇതാണ് ഛായ. നമുക്കും വേറൊരു ഛായ ഉണ്ട്. എന്താണെന്നറിയോ? നമുക്ക് കുറെ വിഷമങ്ങൾ ഉണ്ടാവും, നമുക്ക് ചില കാര്യങ്ങളും ചെയ്യാൻ അറിയണ്ടാവില്ല, നമ്മൾ കുറച്ച് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും പണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ പലരും പിടിക്കും. അതുകൂടിയാണ് ഈ സിംഹിക റെപ്രസെന്റ് ചെയ്യുന്നത്. സിംഹിക അതിനെ കൂടിയാണ് കാണിക്കുന്നത്. അതായത് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു നമുക്ക് ഇഷ്ടമില്ലാത്തൊരു നമ്മളുണ്ട് നമ്മുടെ ഉള്ളിൽ. അതിനെ കൂടിയാണ് ഈ ഛായാഗ്രാഹി റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ പിടിച്ചു വലിച്ചാൽ നമ്മൾ വീണു പോകും. അപ്പൊ ആ സിംഹിക എന്ത് ചെയ്തു? ഹനുമാനെ പിടിച്ചു. ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? സിംഹികയെ കൊന്നിട്ട് മുന്നോട്ട് പോയി. അതായത് അങ്ങനെയുള്ള, കാരണം സിംഹിക രാക്ഷസിയാണ്. സിംഹികയ്ക്ക് നാഗമാതാവിനെ പോലെ ബ്രഹ്മാവിന്റെ വരവൊന്നുമില്ല. പക്ഷെ വെറുതെ അവിടെ പോണവരെയൊക്കെ കൊല്ലും. അങ്ങനെ കൊല്ലുന്ന ആളെ കൊന്ന് ഹനുമാൻ സ്വാമി മുന്നോട്ട് പോകണം. അപ്പൊ എന്താണ്? നമ്മളുടെ യാത്രയിലും നമ്മുടെ മനസ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ വന്നിട്ട് നമ്മളെ ടെംപ്റ്റ് ചെയ്യും, നമ്മളെ പ്രലോഭിപ്പിക്കും. അതായത് നമ്മളോട് പറയും, കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് പഠിക്കാം, ഇപ്പൊ പഠിക്കണ്ട, കുറച്ചു നേരം ഉറങ്ങാം, അല്ലെങ്കിൽ കുറച്ചു നേരം ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ കുറച്ചു നേരം IPL കാണാം, അല്ലെങ്കിൽ കുറച്ചു നേരം കളിക്കാം എന്നൊക്കെ പറയും. IPL ഒക്കെ ചെയ്യണം, പക്ഷെ അതൊക്കെ ഒരു ടൈം വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കണം? അത് മൈനാകപർവ്വതം പൊങ്ങി വരുന്നതാണ്, നമ്മളോട് പറയണം വിശ്രമിക്കൂ എന്ന് പറയണം. പക്ഷെ നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്, നമ്മൾ അവിടെ വിശ്രമിക്കാതെ മുന്നോട്ട് പോകണം. ചിലപ്പോൾ എന്ത് പറ്റും? വേറെ ചിലർ വരും, അവര് വന്നിട്ട് നമ്മളോട് പറയും എൻ്റെ വായി കയറണം എന്ന് പറഞ്ഞ് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ എന്തെങ്കിലുമൊക്കെ തന്ത്രം പ്രയോഗിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകണം. ചിലർ വന്ന് നമ്മളെ ചില മനസ്സിൽ ചില കാര്യങ്ങൾ വന്നിട്ട് നമ്മളെ ഒരു തരത്തിലും പഠിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ ആ കാര്യത്തിനെ ഇല്ലാതാക്കി നമ്മൾ മുന്നോട്ട് പോകണം. മനസ്സിലിട്ടോ, പുറത്തു പോയിട്ട് ആരും തലയിലൊന്നും പോയി അടിക്കരുത്. അങ്ങനെ നമ്മളൊരു ഉദ്ദേശം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ വരുന്ന പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ആ ഡിസ്ട്രാക്ഷൻസിനെ എല്ലാം ഓവർകം ചെയ്യണമെന്നാണ് ഹനുമാൻ സ്വാമി ഇവിടെ പഠിപ്പിക്കുന്നത്. അടുത്ത ഇനി ഹനുമാൻ സ്വാമി പഠിക്കേണ്ട വേറൊരു ഗുണമാണ് ധൈര്യം. നമ്മൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനുള്ള പ്രാപ്തി നമുക്കുണ്ടാവണം. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്കൊരു ലക്ഷ്യം, ആദ്യം പറഞ്ഞില്ലേ, സൂര്യനെ ലക്ഷ്യം വെച്ചു, വലിയൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ വെച്ചു എന്ന് വിചാരിക്കുക. ആ ലക്ഷ്യം നേടാനുള്ള ശക്തി നമ്മൾ നേടിയെടുക്കും. ആ ലക്ഷ്യം നേടാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് കർണം മല്ലേശ്വരിയെ പോലെ, കർണം മല്ലേശ്വരി ആരാ? വെയിറ്റ് ലിഫ്റ്ററാണ് അല്ലെ, പവർ ലിഫ്റ്ററാണ്. അവരെ പോലെ വെയിറ്റ് എടുക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ടേ കൊച്ചു വെയിറ്റ് എടുത്ത് പഠിച്ച് ആ ശക്തി നേടണം. നിങ്ങൾക്ക് വലിയൊരു സയന്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ പഠിച്ച് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകണം. അപ്പം നമ്മളുടെ ലക്ഷ്യം സൂര്യനെ പിടിക്കാൻ വേണ്ടി ഹനുമാൻ സ്വാമിക്ക് ചാടാൻ പറ്റിയ എന്തുകൊണ്ടാണ്? ഹനുമാൻ സ്വാമിക്ക് ആ ശക്തി ഉള്ളതുകൊണ്ടാണ്. സമുദ്രം കടന്ന് ചാടാൻ ഹനുമാൻ സ്വാമിക്ക് പറ്റിയ എന്തുകൊണ്ടാണ്? ഹനുമാൻ സ്വാമിക്ക് ആ ശക്തി ഉള്ളതുകൊണ്ടാണ്. അപ്പം ആ ശക്തി നേടിയെടുക്കുക എന്നുള്ളതും പ്രധാനമാണ്. അതേപോലെ ധൈര്യവും വേണം. ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേനും നമ്മുടെ ധൈര്യം ചോർന്നു പോകാൻ പാടില്ല.
ഹനുമാൻ സ്വാമിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് വായുദേവന്റെ അനുഗ്രഹമുണ്ട്. വായുദേവന്റെ മകനല്ലേ. ബ്രഹ്മദേവന്റെ അനുഗ്രഹമുണ്ട്, ഇന്ദ്രൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, അഗ്നി അനുഗ്രഹിച്ചിട്ടുണ്ട്, വിശ്വകർമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ദേവന്മാരും ഓരോ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഹനുമാൻ സ്വാമിയുടെ ധൈര്യം, ഹനുമാൻ സ്വാമി രാവണന്റെ കൊട്ടാരത്തിൽ പോയി, കൊട്ടാരത്തിലേക്ക് പിടിച്ചു കെട്ടി കൊണ്ടുപോവാണ് ഹനുമാൻ സ്വാമി. അവിടെ ചെല്ലുമ്പോൾ രാവണൻ എങ്ങനെ ഇരിക്കുക? രാവണന്റെ പ്രത്യേകത എന്താ? 10 തല അല്ലെ, വീരപ്പനെ പോലെ കപ്പട മീശയും വലിയ തലയും. ഒരു തല കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും, തല ഇറങ്ങി വീഴും. അപ്പൊ അങ്ങനത്തെ 10 തല, 20 കയ്യ്, അവിടെ മുഴുവൻ 10 കൈ ഈ സൈഡിൽ 10 ഈ സൈഡിൽ. അന്ന് കണ്ടപ്പോ അങ്ങനെയായിരുന്നു, ഇപ്പൊ മാറിയോന്ന് അറിയില്ല. പിന്നെ വലിയ കിരീടം, വലിയ കൊട്ടാരം, മറച്ച് സൈന്യങ്ങൾ, സൈനികര്, രാക്ഷസന്മാര്, രാക്ഷസിമാര്, ഇതൊക്കെയുള്ള സ്ഥലത്ത് നിന്നിട്ട് ഹനുമാൻ സ്വാമിക്കുള്ള കൂസലുണ്ടോ? ഹനുമാൻ സ്വാമി പറഞ്ഞു, ഞാൻ ശ്രീരാമന്റെ കാര്യമായിട്ട് വന്ന, നീ മര്യാദയ്ക്ക് അനുസരിച്ച നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിന്റെ തല കിടന്ന് ഈ 10 അല്ല ഒരു 20 തലയും കൂടെ ഉണ്ടെങ്കിൽ അതെല്ലാം നിലത്ത് കിടന്ന് ഉരുളെന്ന് പറഞ്ഞ് ഹനുമാൻ സ്വാമി പറയേണ്ട കാര്യമൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി. അതാണ് ധൈര്യം. നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം നിൽക്കാം. അതേസമയത്ത് നമ്മൾ കള്ളത്തരവും ഒക്കെയായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ധൈര്യം വരില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് നിന്നാൽ, ധർമ്മത്തിന്റെ ഭാഗത്ത് നിന്നാൽ നമുക്ക് ശക്തി ഉണ്ടാവും, ധൈര്യം ഉണ്ടാവും. അപ്പൊ ഹനുമാൻ സ്വാമിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ധൈര്യം. അടുത്ത് ഹനുമാൻ സ്വാമി കുറേ രാക്ഷസന്മാരെ കൊല്ലുന്നുണ്ട് അല്ലേ? കണ്ടുപിടിച്ചു. ഹനുമാൻ സ്വാമി കുറേ രാക്ഷസന്മാരെ കൊല്ലുന്നുണ്ട്, രാക്ഷസിമാരെ കൊല്ലുന്നുണ്ട്. ശരി 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 ശരി, ക്ഷമി. ഹനുമാൻ സ്വാമി കുറെ ശക്തി കുരങ്ങ് മനസ്സുകളൊക്കെ തിരിച്ചുകൊണ്ടുവന്നേ. അല്ല, അവൻ സീസൺ 3 കാണാം അല്ലേ? അല്ല, ഇങ്ങോട്ട്. അപ്പൊ ഹനുമാൻ സ്വാമി കുറെ രാക്ഷസന്മാരെ, രാക്ഷസിമാരെയൊക്കെ കൊല്ലുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കണ്ടേ? ആരാ റിയൽ എനിമീസ്? റിയൽ എനിമീസ് ആരാ? അഹങ്കാരം, ദേഷ്യം, സ്വാർത്ഥത. നോട്ട്സ് എഴുതാണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാനല്ല ക്ലാസ് എടുക്കുന്നത്, നിങ്ങളാ ക്ലാസ് എടുക്കുന്നേ. നിങ്ങൾ പറയണം. ലോഭം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീഡ്, അത്യാർത്തി. പിന്നെ ജലസി, അസൂയ. പിന്നെ വേറെന്താ? അത്യാഗ്രഹം അല്ലേ? ഒരു തരത്തിലുള്ള അത്യാഗ്രഹം. അല്ല, ആഗ്രഹിക്കുന്നത് കുഴപ്പമില്ല, വേറൊരാൾക്ക് വരുന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ ഉണ്ടെങ്കിൽ നല്ലതെന്ന് ചിന്തിക്കാം. പക്ഷെ മോഷ്ടിക്കുക, അങ്ങനെ കള്ളത്തരം കാണിക്കുക, അതൊക്കെ മോശം സ്വഭാവം. എല്ലാം എൻ്റെ. ശരി. അപ്പൊ ശരി. അപ്പൊ ഒരുപാട് ദുർഗുണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? പലതും ഉണ്ടാവും. അപ്പൊ ഈ മനസ്സിൽ കുറേ രാക്ഷസന്മാർ ഒളിച്ചിരിപ്പുണ്ട്. അവരെയൊക്കെ ശരിയാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ മനസ്സിലൊക്കെ വരും, അത് കുഴപ്പമൊന്നുമില്ല. അത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് മനസ്സിലെ രാക്ഷസന്മാരാണെന്ന് മനസ്സിലാക്കി അതിനെ ജയിച്ചിട്ട് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? വീണ്ടും രാക്ഷസന്മാർ വരും. ഗെയിം കളിക്കില്ല, അപ്പൊ അതിനകത്തില്ലേ ഓരോ ലെവൽ കഴിയുന്നതനുസരിച്ച് ലെവൽ അടുത്തടുത്ത് വരും. അതിനെയൊക്കെ ജയിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അടുത്തത് ശരി. ഏറ്റവും വലിയ ശക്തി എവിടുന്നാ കിട്ടുക? ഭഗവാൻ അല്ലേ? ഈ ഹനുമാന്റെ ഇതിന് വേറൊരു തത്വമുണ്ട്, ഒരു കഥ. ഈ നമ്മൾ ഹനുമാന്റെ കഥ എന്താ ശരിക്കും പറഞ്ഞ? ശ്രീരാമൻ, സീത. ശ്രീരാമന്റെ ആരാണ് സീത? ഭാര്യ. ശ്രീരാമന്റെ ഭാര്യയാണ്, പത്നിയാണ് സീതാദേവി അല്ലേ? സീതാദേവി ആരാ കട്ടോണ്ട് പോയെ? രാവണൻ എത്ര തലയാ? 10 തലയാണ് അല്ലെ? 10 തല. ശരി, ആയിക്കോട്ടെ. അപ്പൊ ശ്രീരാമനുണ്ട്, സീതയുണ്ട്, രാവണനുണ്ട്,
ഹനുമാൻ എന്ത് ചെയ്തു? ഹനുമാൻ എന്ത് ചെയ്തു? ശ്രീരാമന്റെ ഭാര്യ സീത, സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. ശ്രീരാമൻ തിരിച്ച് സീതയെ തിരിച്ചു കൊണ്ടുവന്നു. ഹനുമാൻ അപ്പൊ എന്താ ചെയ്തേ? ഹനുമാൻ സഹായിച്ചു. ഹനുമാൻ ആരാ പറഞ്ഞേ? പേര് നമ്മുടെ പേരെന്താ? പാർവതി. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഇതിനെ കാണാം. ആരാണ് ശ്രീരാമൻ? അമ്മ എന്താ പറയാ? രാമായണം പഠിക്കുന്നത് എന്തിനാ? രാമായണ. അവന് മിഠായി കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞാ അയ്യോ. ശരി, അപ്പം ശ്രീരാമനാവാൻ വേണ്ടിയാണ് രാമായണം പഠിക്കേണ്ടത് അല്ലേ? അപ്പൊ ആരാ ശ്രീരാമൻ? നമ്മൾ ഓരോരുത്തരുമാണ് ശ്രീരാമൻ. സീതാദേവി ആരാ? ശരി, അയാളെ മിടുക്ക. അതല്ല, സീതാദേവി നമ്മളുടെ ശക്തിയാണ്. ശ്രീരാമന്റെ ശക്തിയാണ് സീതാദേവി അല്ലേ? പക്ഷെ നമ്മുടെ ശക്തിയൊക്കെ എവിടെ പോയത്? ഈ ശക്തിയല്ല കേട്ടോ. രാവണന്റെ പ്രത്യേകത എന്താ? 10 തല. 10 തല. 10 തല 20. ചേട്ടന്മാരെ ഇവിടെ ശ്രദ്ധി. അതവരെ ശ്രദ്ധിക്കാൻ. രാവണൻ 10 തലയുള്ള രാവണൻ നമ്മളുടെ 10 ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗൻസ് അല്ലേ? ഓർഗൻസ് 10 ഓർഗൻസ് ഉണ്ട്. 5 ബയോളജി. നിൽക്കൂ. ബഹളം വെക്കല്ലേ. അത് പിന്നെ പറഞ്ഞു. ലിസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പൊ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. ഇപ്പൊ അത്ര മനസ്സിലായി. 10 ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്. ഈ 10 ഇന്ദ്രിയങ്ങൾ നമ്മളുടെ ശക്തിയെ മുഴുവൻ 10 സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ട് പോവാണ്. നമുക്കത് കാണണം. നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ്. പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഉടനെ നമുക്ക് തോന്നും, അയ്യോ നമുക്ക് എന്തെങ്കിലും ഇത് കണ്ടാലോ. ഇപ്പൊ കണ്ണ് നമ്മളെ വലിച്ചു അല്ലെ? അല്ലെങ്കിൽ എനിക്കൊരു പാട്ട് കേട്ടാലോ, ചെവി നമ്മളെ വലിച്ചു. അല്ലെങ്കിൽ പോയിട്ട് എന്തെങ്കിലും തിന്നാലോ, താഴെ പോയി കഴിഞ്ഞാൽ നല്ല എന്താ കിട്ടുക? ചിക്കൻ ബിരിയാണി കിട്ടും, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഒരു ലേസ് വാങ്ങിച്ചാലോ പുറത്ത് നമുക്ക് ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ പിടിച്ച് വലിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മളുടെ ശക്തി ആരെ പിടിച്ചുകൊണ്ടോണേ? 10 ഇന്ദ്രിയങ്ങൾ. അതാണ് രാവണൻ. നമ്മളാകുന്ന രാമൻ, രാമന്റെ ശക്തിയാവുന്ന സീത, സീതയെ പിടിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഇനി ഇവരെ തിരിച്ചെടുക്കാൻ ഉത്തരവാദിത്തമുള്ള ആളാരാ? നമ്മളെ സഹായിക്കേണ്ട ആരാ? ഹനുമാൻ. എന്താ നമ്മുടെ മനസ്സല്ലേ? പക്ഷെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താ? എന്ത് കുരങ്ങൻ? വട്ടായ കുരങ്ങൻ. അതിനെ തേളും കടിച്ചു. അങ്ങനത്തെ ഒരു കുരങ്ങനായിട്ട് മനസ്സിരുന്ന സീതാദേവിയെ തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ ആർക്കാണ് സറണ്ടർ ആയിരിക്കുന്നത്? ആർക്കാ സറണ്ടർ ആയിരിക്കുന്നത്? രാവണൻ അല്ലേ? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കാണ് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ആരുടെ അടിയിലേക്ക് വരണം? ഈശ്വരന്റെ, ഭഗവാന് സറണ്ടർ ആവണം. ഭഗവാന് സറണ്ടർ ആയി കഴിയുമ്പോഴാണ്, ഭഗവാനോട് മാത്രമേ സറണ്ടർ ആവാൻ പാടുള്ളൂ. ഇന്ദ്രിയങ്ങൾക്ക് സറണ്ടർ ആവാൻ പാടില്ല. ഇന്ദ്രിയങ്ങൾക്കല്ല സറണ്ടർ ആവേണ്ടത്. ഇന്ദ്രിയങ്ങളുടെ അടിമയല്ല നമ്മൾ ആവേണ്ടത്, ഭഗവാന്റെ അടിമയാണ്. ഭഗവാനിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഹനുമാൻ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഹനുമാൻ ചെയ്തത്? വലിയ ലക്ഷ്യം. മോന്റെ ലക്ഷ്യം എന്താ? പറക്കണം. എങ്ങനെ പറക്കുക? നിങ്ങൾക്കൊരു കഥ അറിയോ? നിങ്ങൾ അറിയുമായിരിക്കും ചിലപ്പോ. ഒരിക്കലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവിടെയല്ല, ബംഗാളിൽ കേട്ടിട്ടുണ്ടോ? ബംഗ്ലാദേശ് അല്ല, ബംഗാൾ.
ബംഗാൾ എവിടെയാ ഏകദേശം ഇന്ത്യയുടെ മാപ്പിൽ എവിടെയായിരിക്കും? വെസ്റ്റ് സൈഡ് അല്ലേ? ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ വെച്ചാൽ ഈസ്റ്റിലാണ് അല്ലേ? വെസ്റ്റിലപ്പോ എന്താ ഉള്ളത്? ഗുജറാത്ത്. ഈസ്റ്റേൺ സൈഡിലാണ് ബംഗാൾ വരുന്നത്, കിഴക്ക് വശത്ത്. ബംഗാളില് ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു, നിങ്ങളുടെയൊക്കെ പ്രായമുള്ള കുട്ടി. ഈ കുട്ടി എല്ലാ ദിവസവും സ്കൂളിൽ പോകും. സ്കൂളിൽ പോകുമ്പോൾ ഒരു ദിവസം ടീച്ചർ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ ഓരോ കുട്ടികൾ ഇരിക്കുന്നുള്ളൂ. ആദ്യത്തെ കുട്ടി പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആവാനാണ്. ഓ വെരി ഗുഡ്, ഇരിക്കും. അടുത്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ജഡ്ജി ആവാനാണ് ആഗ്രഹം, ഇരിക്കും. അടുത്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, വക്കീലാവാനാണ് ആഗ്രഹം, മിടുക്കൻ, ഇരിക്കും. കളക്ടർ, പ്രൊഫസർ, ഡോക്ടർ, IAS, IPS, ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. അവസാനം ഈ കുട്ടിയുടെ ഊഴെത്തി. ഈ കുട്ടിയോട് ചോദിച്ചു, മോൻ എന്താവാൻ ആഗ്രഹം? അപ്പൊ ആ കുട്ടി ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് ഏറ്റവും മിടുക്കനാവണം. അപ്പൊ ആരാ ഏറ്റവും മിടുക്കൻ? അപ്പോഴായി കുട്ടി ആലോചിച്ച്, രാവിലെ ഈ കുട്ടിയുടെ വീടിന്റെ മുറ്റത്തൊരു 2 കുതിരകൾ വന്ന് നിൽക്കും. 2 ശക്തമായ കുതിരകൾ, ഹോഴ്സ് 2 കുതിരകൾ വന്ന് നിൽക്കും. ആ കുതിരയെ ഒരു വണ്ടിയിൽ കെട്ടിയിട്ടുണ്ടാവും. കുതിര ഭയങ്കര ശക്തിയല്ലേ, കുതിരയുടെ കാലൊക്കെ കണ്ടിട്ടുണ്ടോ, ഭയങ്കര മസിലൊക്കെയാണ്. അതൊരു ചവിട്ടി വേണ്ടിയാൽ നമ്മള് വള്ളിക്കാവ് പോയി കിടക്കും, അത്ര ശക്തിയാണ്. അത് കഴിഞ്ഞ് അപ്പുറത്തെത്തും. അപ്പോൾ ഈ കുതിരയെ ഒരു വണ്ടി കെട്ടിയിട്ട് രാവിലെ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരു കുതിരക്കാരൻ വരും, കുതിരവണ്ടി. അപ്പൊ ഈ 2 ശക്തരായ കുതിരയെ കൺട്രോൾ ചെയ്യുന്ന ഈ കുതിരക്കാരനുണ്ടല്ലോ, അയാൾ വളരെ ശക്തനായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അയാളാവണം, എനിക്കൊരു കുതിരക്കാരനാവണം എന്ന് ഈ കുട്ടി പറഞ്ഞു. അപ്പോഴത്തേനും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും കൂടെ ചിരിക്കാൻ തുടങ്ങി. അയ്യേ, കുതിരക്കാരനാവാനോ? ടീച്ചർക്കും ചിരി വന്നു, ടീച്ചറും ചിരിച്ചു. കുട്ടിക്ക് വളരെ വിഷമായി. കുട്ടി വീട്ടിൽ പോയപ്പോൾ കുട്ടിയുടെ അമ്മയുണ്ട് അവിടെ. അമ്മയുടെ അടുത്ത് കുറെ കരഞ്ഞു. അപ്പൊ അമ്മ ചോദിച്ചു, എന്തിനാ നമുക്ക് കരയുന്നേ? നിങ്ങളുടെ അമ്മമാരും ചോദിക്കില്ലേ, നിങ്ങൾ കരഞ്ഞിട്ട് വന്ന എന്താ പറ്റി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ടീച്ചറോട് ഞാൻ പറഞ്ഞു എനിക്ക് കുതിരക്കാരനാവണം എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ എന്നെ കളിയാക്കി, എൻ്റെ ഫ്രണ്ട്സും കളിയാക്കി. എനിക്ക് ആകെ വിഷമായി അമ്മയെന്ന് പറഞ്ഞ് കാര്യം. അപ്പൊ അമ്മ എന്ത് ചെയ്തു? അമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ കയ്യിലൊരു പടം ഉണ്ടായിരുന്നു, ഒരു പെയിന്റിങ്. നിങ്ങൾ കൊള്ളാലോ, നിങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, നിങ്ങൾ സിനിമയുടെ ക്ലൈമാക്സ് ആദ്യം പറയുമല്ലോ. അപ്പൊ അതിലൊരു പടം ഉണ്ടായിരുന്നു. ആ പടം കാണിച്ചിട്ട് അമ്മ പറഞ്ഞു, നിങ്ങൾ കുതിരക്കാരനാവണം നീ, പക്ഷേ സാധാരണ കുതിരക്കാരനല്ല, രാവിലെ നിന്നെ കൊണ്ടുപോകാൻ വരുന്ന കുതിരക്കാരനല്ല, പകരം വലിയൊരു കുതിരക്കാരനാവണം, ഈ കുതിരക്കാരനാവണം എന്ന് പറഞ്ഞിട്ട് ആ പടം കാണിച്ചു. ആ പടത്തിലുണ്ടായിരുന്നത് ഭഗവാൻ കൃഷ്ണന്റെ പടമായിരുന്നു. ഈ കുട്ടിയുടെ പേര് നരേന്ദ്രനാഥ് ദത്ത. അദ്ദേഹം പിന്നെ ലോകത്തെ മുഴുവൻ നയിച്ച സ്വാമി വിവേകാനന്ദനായി മാറി. കണ്ടോ, മങ്കി മൈക്ക് ചാടിപ്പോയത് കണ്ടോ? ഞാൻ പറഞ്ഞ കേട്ടോ? നരേന്ദ്രനാഥ് ദത്തയാണ് പിന്നീട് സ്വാമി വിവേകാനന്ദനായിട്ട് അറിയപ്പെട്ടത്. ആ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേര് സ്വാമി നരേന്ദ്രനാഥ് എന്നായിരുന്നു. അദ്ദേഹം വലുതായി സ്വാമി വിവേകാനന്ദനായി മാറി. വലിയ ലോകത്തിലെ മനസ്സ് മാത്രമല്ല കേട്ടോ കൊരങ്ങന്മാരുടെ പലരെയും. അപ്പൊ ആ കുതിരക്കാരനായി ലോകത്തെ മുഴുവൻ നയിച്ച വിവേകാനന്ദ സ്വാമി. അപ്പൊ ഈശ്വരനിലാണ് നമ്മൾ സറണ്ടർ ചെയ്യേണ്ടത്, ഈശ്വരനിൽ നിന്നാണ് പാഠം ഉൾക്കൊള്ളേണ്ടത്. അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം ഈ മോൻ പറഞ്ഞു പറക്കണം എന്നല്ലേ? അപ്പൊ ആരെ പോലെ പറക്കുക? ഹനുമാൻ സ്വാമിയെ പോലെ. ഹനുമാൻ സ്വാമിയെ പോലെ പറക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധീരനാവണം. പിന്നെ എന്തിനു വേണ്ടിയിട്ട് പറന്നു പോയത്? സീതാദേവിയെ തിരിച്ചെടുക്കാൻ. സീതാദേവി ആരാണ്? ശക്തി. അപ്പം ഇന്ദ്രിയങ്ങളുടെ തടവിലായിരിക്കുന്ന ശക്തിയെ തിരിച്ചെടുത്ത് നമ്മളേക്കെടുത്ത് നമ്മൾക്ക് ആവശ്യത്തിന് വിനിയോഗിക്കാൻ, നമ്മളുടെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് നയിക്കാൻ, ശ്രീരാമനായി തീരാൻ. സീത നമ്മൾ കളിയാക്കണോ? സീത ആരാ? ആര്? ഇത് ശക്തി പ്രസാദ, ശക്തിയല്ല. ശക്തി പ്രസാദം എന്ന് ആരാ? ശക്തിയുടെ പ്രസാദം. അമ്പൂറ്റിയമ്മയുടെ പ്രസാദമല്ലേ? അമ്പൂറ്റിയമ്മയുടെ ബ്ലെസ്സിങ് ആണ് ശക്തി നമുക്ക് കിട്ടിയ. നിങ്ങളെല്ലാവരും അതെ. അപ്പൊ അത്രയും ഈശ്വരനിലേക്ക് സറണ്ടർ ചെയ്യുക, ഈശ്വരനിലേക്ക്
സറണ്ടർ ചെയ്യുക, എന്നിട്ട് സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തി നേടുക. അതാണ് ഹനുമാൻ സ്വാമി നമ്മളെ പഠിപ്പിക്കുന്ന അടുത്ത പാഠം. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യത്തെ പാഠം എന്താണ് ഹനുമാൻ സ്വാമി പഠിപ്പിച്ച? വലിയ സ്വപ്നങ്ങൾ കാണുക, ഉയർന്ന സ്വപ്നങ്ങൾ കാണുക. പിന്നെ രണ്ടാമതായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. മനസ്സിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും, പക്ഷെ ഒരു ക്യൂരിയസ് ലിസണറായിട്ട്, ലേണറായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ സ്കിൽസ് പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മൂന്നാമതായിട്ട് കമ്മ്യൂണിക്കേഷനിൽ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുക, നന്നായിട്ട് പെരുമാറാൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംസാരം മാത്രമല്ല, നമ്മളുടെ ആക്ഷൻസ്, നമ്മൾ എങ്ങനെയാണ് ഒരാളോട് ചെയ്യുന്നത്. നമ്മളിങ്ങനെ നിന്നിട്ട് ഒരു അധ്യാപകനെ കാണാം, അപ്പൊ നമ്മൾ അധ്യാപകൻ എവിടെയാണ് നിൽക്കുന്നത്, സാറേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളപ്പോൾ ബോഡി ലാംഗ്വേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ പഠിക്കുക. അതൊക്കെ ഹനുമാൻ സ്വാമിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. സീതാദേവി ഏറ്റവും അവസാനം ശ്രീരാമൻ രാവണനെ കൊന്നു കഴിയുമ്പോൾ സീതാദേവി ഹനുമാൻ സ്വാമിയോട് പറയുന്നുണ്ട്, ഇതുപോലെ മനോഹരമായി സംസാരിക്കാനും ആൾക്കാരെ സന്തോഷിപ്പിക്കാനും കഴിയുന്ന ഭാഷ നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹനുമാൻ സ്വാമിയെ പ്രശംസിക്കുന്നുണ്ട്. 8 ലക്ഷണങ്ങൾ തികഞ്ഞ ഭാഷയാണ് ഹനുമാന്റെ എന്നാണ് സീതാദേവി പറയുന്നത്. 8 ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് പിന്നെ വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു ഹനുമാൻ സ്വാമി. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഗുണം ഹനുമാൻ സ്വാമി എന്ന് പഠിക്കണം. ലക്ഷ്യബോധം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പിന്നെ ഇടയിൽ എന്താ പറഞ്ഞത് നമ്മള്? ക്യൂരിയസ് ലിസണർ, ക്യൂരിയസ് ലേണർ. പിന്നെ നാലാമത് എന്താണ്? ബി വിത്ത് റൈറ്റ് പീപ്പിൾ, നല്ല സുഹൃത്തുക്കളെ. അതിനു മുമ്പ് നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക, നല്ലവരുമായിട്ട് കൂട്ടുകൂടുക, നമ്മളും നല്ല കൂട്ടുകാരായിട്ട് മാറുക. പിന്നെ ഡിസ്ട്രാക്ഷൻസ്, പല പല ഡിസ്ട്രാക്ഷൻസ് വരും, അതിനെയൊക്കെ ഓവർകം ചെയ്യാം. പിന്നെന്താണ്? നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിന് പറ്റിയ ആൾക്കാരായിട്ട് നമ്മൾ മാറുക. അതോടൊപ്പം തന്നെ ധൈര്യപൂർവ്വം സാഹചര്യങ്ങളെ നേരിടുക. നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, വഴിയിൽ പോണ വഴിയിൽ ഒരു രാവണൻ 10 തലയായിട്ട് വന്ന് നിൽക്കുന്നു, അങ്ങനെയൊന്നും വരാൻ പോണില്ല. വരാൻ പോകുന്ന എന്താണ്? ചെറിയ 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 വിഷമങ്ങൾ വരും നിങ്ങളുടെ ജീവിതത്തിലും, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വരും. ചെറിയ ചെറിയ ദുഃഖങ്ങൾ, ചെറിയ ചെറിയ കൺഫ്യൂഷൻസ്. ചിലപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് വേറൊരു ഫ്രണ്ടിനെ ചിലപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ അതിനെക്കാട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളെ ചിലപ്പോൾ ആരും മൈൻഡ് ചെയ്യില്ല. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് രാവണനും ശൂർപ്പണഖയും രാക്ഷസന്മാരും ഒക്കെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും ദുരനുഭവങ്ങളുമാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാൻ ശ്രമിക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് വിഷമം വന്ന കരഞ്ഞു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. വിഷമം വന്നാൽ കരയും, അതൊക്കെ മനുഷ്യന്മാർ അങ്ങനെയാണ്. വിഷമം വന്നാൽ കരയും, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തോളൂ. പക്ഷെ ഉള്ളിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ സമയം കടന്നു പോവും, നമ്മൾ അതൊക്കെ ഓവർകം ചെയ്ത് ഹനുമാൻ സ്വാമിയെ പോലെ മിടുക്കന്മാരായി വരും. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ദിവസം ദുഃഖിച്ചിരിക്കാനൊന്നും പാടില്ല. അതിനെയൊക്കെ നേരിടാനുള്ള ശക്തി ആരുടെ കയ്യിലുണ്ട്? ഹനുമാന്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്താ ഗുണം? നമ്മുടെ കയ്യിലുണ്ട്, അല്ലേ? അപ്പോൾ ഹനുമാൻ സ്വാമി നമ്മൾ പഠിക്കേണ്ടത് ഡിസ്ട്രാക്ഷൻസിനെ ഓവർകം ചെയ്യണം, ധൈര്യം വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ശത്രുക്കളെ ജയിക്കണം. ആരാണ് ശത്രുക്കൾ? നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ. അവരെ ജയിച്ചാൽ നമുക്ക് പുറമേയുള്ള ശത്രുക്കളെ ജയിക്കാം. ഇപ്പൊ നിങ്ങളൊരു ഓഫീസിൽ നിങ്ങൾ പഠിക്കുകയാണ്, ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെക്കാളും പഠിക്കുന്ന ഒരാളുണ്ട്, അയാളെ തോപ്പിക്കാൻ എന്ത് ചെയ്താൽ മതി? അയാളുടെ ബുക്ക് എടുത്ത് മാറ്റി വെച്ചാൽ മതിയോ? നന്നായി പഠിക്കുക. അതായത് ഒരു വരയുണ്ട്, ആ വരയെ തൊടാതെ ആ വരയെ ചെറുതാക്കാൻ പറ്റുമോ? വേറൊരു വലിയ വര വരച്ചാൽ മതി, അല്ലേ? മനസ്സിലായോ? അപ്പൊ അതുപോലെ നമ്മളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ കുറച്ചും കൂടെ മിടുക്കന്മാരായാൽ മതി. അപ്പം അതാണ് ഹനുമാൻ സ്വാമിയിൽ നിന്ന് പഠിക്കേണ്ട അടുത്ത പാഠം. പിന്നെന്താ? ശരണാഗതി. നമ്മൾ ആരിലാണ് ആശ്രയം കണ്ടെത്തേണ്ടത്? ഈശ്വരനിൽ ആശ്രയം കണ്ടെത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശക്തി കിട്ടും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ബുദ്ധി കിട്ടും, എല്ലാം കിട്ടും. അപ്പം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. ഹനുമാൻ സ്വാമിയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയോ? ഹനുമാൻ സ്വാമിയുടെ പേര് കേട്ടാൽ ഭൂതം, പിശാച്, പ്രേതം ഇതൊക്കെ ഓടി ഒളിക്കും എന്നാണ് ഹനുമാൻ സ്വാമിയെ കുറിച്ച് പറയുന്നത്. ഹനുമാൻ എന്ന് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഇരുട്ടതൊക്കെ പോകുമ്പോൾ പേടി വരികയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട,
വലിയ മന്ത്രമൊന്നും ജപിക്കണ്ട. ഹനുമാൻ എന്ന് പറഞ്ഞാൽ വല്ല ഭൂതോ പ്രേതോ പിശാചോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓടിപ്പോന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല, അത് വേറെ കാര്യം. അഥവാ ഇനി ഉണ്ടെങ്കിലും അവരൊക്കെ പേടിച്ചു ഓടിപ്പോകും. അത്ര ശക്തമാണ് ഹനുമാൻ സ്വാമിയുടെ പേര്. എന്തുകൊണ്ടാണ്? ഹനുമാൻ സ്വാമി ആർക്കാണ് സറണ്ടർ ചെയ്തിരിക്കുന്നത്? ഈശ്വരനാണ് സറണ്ടർ ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഇന്ദ്രിയങ്ങൾക്കല്ല. ഇന്ദ്രിയങ്ങൾക്കല്ല. അപ്പോൾ അതുകൊണ്ട് ആ ശക്തി നേടാൻ ഹനുമാൻ സ്വാമിയെ പോലെ ആയാൽ നമുക്കും സാധിക്കും. അപ്പം ഇതൊക്കെയാണ് ഹനുമാൻ സ്വാമി എന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ. ഹനുമാൻ സ്വാമി നമുക്കൊക്കെ പ്രചോദനമാണ്. നമ്മളൊക്കെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി നമുക്ക് ശക്തി തരും. പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഹനുമാൻ സ്വാമിയെ പോലെ ആവാൻ. ഹനുമാൻ സ്വാമിയെ പോലെ ആവാന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗുണങ്ങളൊക്കെ നേടുക. അല്ലാതെ നാളെ രാവിലെ എല്ലാവരും ഇങ്ങനെ പിടിച്ച് ഒരു വാലും വെച്ചിട്ട് വരണമെന്നാണോ ഹനുമാൻ സ്വാമിയെ പോലെ ആവുന്നതാണോ? ഇനി നാളെ ആശ്രമത്തിൽ വരുമ്പോ എല്ലാവരും ഇങ്ങനെ വാലൊക്കെ വെച്ചോണ്ട് നടക്കുമോ? ഇല്ലല്ലോ. ആ ഗുഡ് 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 ഗുഡ്. മിടുക്കൻ മിടുക്കൻ മിടുക്കൻ. അല്ല, പക്ഷെ ഇപ്പം പറഞ്ഞ വളരെ വലിയ കിടിലൻ പോയിന്റ്. പക്ഷെ ഇത് കിടിലൻ പോയിന്റ് അല്ലേ? അല്ലേ? നല്ല പോയിന്റ്, നല്ല പോയിന്റ് അല്ലേ? ആ, തെറ്റിനോട് അതാ പറഞ്ഞെന്താ കേട്ടോ? ഹനുമാൻ സ്വാമിയുടെ ഒരു മുഖം ഉണ്ടായാൽ ഹനുമാൻ സ്വാമി ആവില്ല. ഹനുമാൻ സ്വാമിയുടെ ഗുണങ്ങൾ ഉണ്ടാവണം. മുഖം അതുപോലെ കുരങ്ങുന്ന ആൾക്കാർ പറയും. പക്ഷെ ആ ഗുണങ്ങൾ ഉണ്ടായാൽ നമ്മളോട് പറയും ഹനുമാൻ സ്വാമിയെ പോലെ മിടുക്കനാണ് എന്ന് പറയും. ഇപ്പൊ നേരത്തെ നമ്മൾ വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് പറഞ്ഞു. വിവേകാനന്ദ സ്വാമി പറയുന്നത് യുവാക്കൾ ഏറ്റവും അധികം മാതൃകയാക്കേണ്ടത് ഹനുമാൻ സ്വാമിയാണ്. കാരണം ഹനുമാൻ സ്വാമിക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഒരു ലക്ഷ്യം തീരുമാനിച്ചാൽ അത് മാത്രം അതിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകും. എന്നാൽ അഹങ്കാരിയാണോ? ഇത്രയും ശക്തിയുണ്ട്. നമ്മൾ കുറെ ശക്തന്മാരെ കണ്ടിട്ടുണ്ട്. അവരെന്തായിരിക്കും? വെറുതെ പോണ വഴിക്കൊക്കെ ഒരുത്തനെ പിടിച്ച് 2 അടിയൊക്കെ അടിച്ചിട്ട് പോകും. ഞാൻ ആക്ഷൻ കാണിച്ചത് അടിച്ചില്ല. അപ്പോൾ അങ്ങനെയല്ല ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിക്ക് കാരുണ്യമുണ്ട്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, വിനയമുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർന്ന ഒരാളായിട്ട് നമ്മളെല്ലാവരും മാറാൻ ശ്രമിക്കണം. നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ആദ്യത്തെ ഇതിൽ. പക്ഷെ നമ്മൾ ഇങ്ങനെ പതുക്കെ 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 അമ്പൂറ്റമ്മ പറയാറില്ലേ, വീഴുമ്പോൾ വീണ്ടും എണീറ്റ് നടക്കുന്ന പോലെ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് ഹനുമാൻ സ്വാമിയെ പോലെ ശക്തനാവാൻ പറ്റും. ഹനുമാൻ സ്വാമിയെ പോലെ ചിരഞ്ജീവി ആവാനും പറ്റും. അങ്ങനെയുള്ളവരല്ലേ നമ്മൾ ഓർക്കുക. വിവേകാനന്ദ സ്വാമി മരിച്ചിട്ട് എത്ര വർഷമായെന്ന് അറിയോ? വിവേകാനന്ദ സ്വാമി ജീവിച്ചിരുന്ന എത്ര വർഷം മുമ്പ് അറിയോ? ഏതാണ്ട് 150 വർഷം മുമ്പാണ് വിവേകാനന്ദ സ്വാമി ജീവിച്ചിരുന്നത്. വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് നമ്മൾ ഇപ്പോഴും ഓർക്കുന്നില്ലേ? അതല്ലേ ചിരഞ്ജീവി എന്ന് പറയുന്നത്. ഇപ്പോഴും ജീവിക്കല്ലേ നമ്മുടെ ഉള്ളില്. അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ലത് പറയണം. മനസ്സിൽ ജീവനോടെ ഇരിക്കുന്നു. ഇപ്പൊ രാമായണം പഠിക്കുന്നത് എന്താവാനാ പറ്റുമെന്ന് പറയുന്നത്? രാമനാവാൻ. ആരാവാതിരിക്കാൻ? രാവണനാവാതിരിക്കാൻ, രാമനാവാൻ, ഹനുമാനാവാൻ, സീതയാവാൻ, ലക്ഷ്മണനാവാൻ, ഭരതനാവാൻ രാമായണം പഠിക്കണം. രാവണനാവാതിരിക്കാൻ, കുംഭകർണനാവാതിരിക്കാൻ, മന്ദരയാവാതിരിക്കാൻ രാമായണം പഠിക്കണം. കൈകൈ ആവാതിരിക്കാനും രാമായണം പഠിക്കണം. അതൊക്കെ ആവാതിരിക്കാൻ രാമായണം പഠിക്കണം. അപ്പം ഇതൊക്കെയാണ് ഹനുമാൻ സ്വാമി എന്ന്. അപ്പം മങ്കി മൈൻഡിനെ ട്രെയിൻ ചെയ്ത് തുടങ്ങോ? എപ്പോഴാ തുടങ്ങുക? ഇപ്പൊ തൊട്ട് തുടങ്ങും അല്ലേ? അപ്പൊ നമുക്ക് ഹനുമാൻ സ്വാമിക്ക് ഒരു ജയ് വിളിച്ചോണ്ട് നിർത്താം. ജയ് ബോലോ ഹനുമാൻ സ്വാമിക്ക്, ബോലോ ശ്രീരാമചന്ദ്ര ഭഗവാൻ की, बोलो सीता